ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠനം തുടങ്ങിയിട്ടുണ്ടാവും. എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പഠനമാണ്. ഇനിയുള്ള ദിവസം നിങ്ങൾ പഠനം മുന്നോട്ട് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം PSC എക്സാം ആണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് നിങ്ങളെ പേടിപ്പിക്കല്ല, പക്ഷെ എന്നാലും അതും കൂടി കരുതണം നമ്മൾ. അപ്പോൾ നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു എക്സാമിനേഷൻ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് PSC എഴുതിയ ആൾക്കാരുണ്ടായേക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായേക്കാം അല്ലേ. അപ്പോൾ അവരുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പോൾ വളരെയധികം അവർക്ക് ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുക? അതിനെന്താണ് ഒരു ടിപ്പ്? അപ്പോൾ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എക്സാം പാറ്റേൺ, അതായത് എക്സാമിനെ പറ്റി പറയാനും എക്സാമിനേക്ക് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറയാനും, കൂടാതെ ഇനി പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാലാണ് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. കഴിഞ്ഞ എക്സാമിന് 60-ന് മുകളിൽ നമുക്കറിയാം കട്ട് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ 80-ന് മുകളിൽ തന്നെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്ത് വെച്ചാൽ സെക്യൂർ ആവാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന മാർച്ച് 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കൂടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിലൂടെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പ്രോപ്പർ ഒരു വേയിലൂടെ പഠിച്ചുകൊണ്ട് വരാനിരിക്കുന്ന എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം അല്ലേ. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ ആ സമയത്ത് വെബിനാറിന്റെ സമയത്ത് ലിങ്കും, അതായത് വെബിനാറിലേക്ക് ജോയിൻ ചെയ്യേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും മടിച്ചു നിൽക്കണ്ട. നമുക്കറിയാം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ എക്സാമിന് അടുപ്പിച്ച് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്, കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിലെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഒരിക്കലും ഒരു വെബിനാർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ പറയാം, നിങ്ങളൊന്നും ചോദിക്കാതിരിക്കുക, അങ്ങനെയല്ല. ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ ഡിസ്കഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കഷനിലൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് സാർ പോകുന്നത് എന്നോടും പറയാം. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡിസ്കഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? 1 മണിക്കൂർ നമുക്ക് പോവാം. അതുകൊണ്ട് തന്നെ മറന്നു പോകണ്ട. എപ്പോഴാണ്? മാർച്ച് 5-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് വെബിനാർ. അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ മാർച്ച് 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഒരുമിച്ച് കാണാം. താങ്ക്